പരിശുദ്ധമായ ഫാത്തിഹ സൂറത്തിലെ വിഷയമാണ് തന്നെ. ഖുർആനിലെ ആയത്തുണ്ട്, വനുനസ്സിലു മിനൽ ഖുർആനി മാ ഹുവ ശിഫാഉൻ വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ. പരിശുദ്ധമായ ഖുർആൻ എല്ലാത്തുക്കും ശിഫ ആയിട്ടിക്കട്, എല്ലാ രോഗത്തുക്കും ശിഫ ആയിട്ടിക്കട്. അത് മാത്രമല്ല വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങൾക്ക് അത് വലിയ അനുഗ്രഹമായിട്ടുള്ള ഒരു കിതാബാണ് പരിശുദ്ധമായ ഖുർആൻ. അത് മാത്രമല്ല ളാലിമീങ്ങൾക്ക്, അക്രമിയായ ആൽമാർക്ക് അങ്ങനെ പരാജിതമല്ലാണ്ട് വേറൊന്നും ആ ഖുർആന് ജാസ്തിയാക്കില്ല. ഇവിടെ ചെന്ന വിഷയം മുഅ്മിനീങ്ങൾക്ക് റഹ്മത്താണ്. അതുപോലെ ഈ ഖുർആൻ ചൊല്ലത് ശിഫ ആയിട്ടിരിക്കും എല്ലാ വിഷയത്തിനും, എല്ലാ രോഗത്തിനും. ഈ രോഗത്തിൽ ചൊല്ലുമ്പോൾ ഒന്ന് കൽബിയായ രോഗം ചൊന്നെങ്കിൽ കിബർ, അസൂയ, ചതി, നിഫാഖ് എന്തെല്ലാം ഉണ്ടോ അതുക്കുള്ള ഒരു ശിഫ ആയിട്ടിരിക്കും പരിശുദ്ധമായ ഖുർആൻ. അപ്പൊ ആ ഖുർആൻ ഓതലോട് കൂടി അത്തരത്തിലുള്ള സ്വഭാവം പണ്ടില്ലണ്ട. അല്ലെങ്കിൽ അവന്റെ ശാരീരികമായിട്ടുള്ള എന്തെല്ലാം രോഗങ്ങളുണ്ടോ, ശരീരത്തിൽ പണ്ടെങ്കിൽ എന്തെല്ലാം രോഗങ്ങളുണ്ടോ, ബുദ്ധിമുട്ടുകളുണ്ടോ, അതൊക്കെല്ലാം ഒരു ശിഫ ആയിട്ടിരിക്കുന്ന പരിശുദ്ധമായ ഖുർആൻ ഉണ്ട് ഈ ആയത്തുണ്ട്. ഇതിൽ പ്രധാനമായിട്ടുള്ള ഒരു വിഷയമാണ് എല്ലാത്തുക്കും ഫാത്തിഹ സൂറത്തുക്ക് ഒരു പേരുണ്ടോ, പിന്നെ ഒരു പേരും കൂടിയുണ്ട് ഫാത്തിഹ സൂറത്തുക്ക്. റുഖിയാന്ന് ചൊല്ലൊരു പേരുണ്ട്, മന്ത്രിക്കിനൊക്കെ ഒരു സൂറത്ത്. അപ്പൊ ഈ ഫാത്തിഹ സൂറത്ത് എല്ലാത്തുക്കും ഒരു പരിഹാരമായിട്ടുള്ള ഒരു സൂറത്താണ്. അതൊക്കെ മഹാന്മാരായ സ്വഹാബികൾ അവർക്ക് ഇങ്ങനെ യാത്ര പോയിക്കൊണ്ടിരിക്കുമ്പോൾ, അങ്ങനെ ഒരു യാത്ര പോയിട്ട് ഒരു ഭാഗത്തേക്ക് എത്തുമ്പോൾ ഒരു ഗോത്രം, ആ ഗോത്രത്തെ മുട്ട പോയിട്ട് എത്തുമ്പോൾ അവിടുത്തെ ആ ഗോത്രത്തെ ഒരു നായകൻക്ക്, ക്യാപ്റ്റൻക്ക് എന്താ ഒരു രോഗം വന്നു. അങ്ങനെ രോഗം വന്നിട്ടാകുമ്പോൾ അവിടെ മുട്ടോളിൽ എല്ലാ ആൾമാരും എന്തെല്ലാം ആക്കി നോക്കിയാറ്, എന്തെല്ലാം മറുതാക്കി നോക്കിയാറ് ഈ മനുഷ്യക്ക് എന്താവില്ലേ, രോഗം ശിഫാവില്ലേ. അതായത് രോഗം വന്നിട്ട് എന്തിനാണെങ്കിൽ ഈ മനുഷ്യക്ക് തേലോ അല്ലെങ്കിൽ പാമ്പോ എന്തോ കടിച്ചില്ലേ. എങ്ങനെ ആക്കിയെങ്കും ഈ ആൾക്ക് അത് ശിഫായോണ്ടില്ല, നമ്പല കൂടിയോണ്ടുണ്ടോ. അപ്പൊ ഈ യാത്ര സംഘമായ സ്വഹാബിങ് അവിടേക്ക് എത്തിയിട്ടാകുമ്പോൾ ഈ സ്വഹാബിനെ അങ്ങ് വന്നിട്ടുണ്ടാറ്, ഞങ്ങൾ എന്താക്കിയെങ്കും ശിഫായോണ്ടില്ല, നിങ്ങളുടെ കൂട്ടത്തിൽ എന്തിനാ ആക്കുക അവിടാണ്ട് കേട്ടിട്ടാകുമ്പോൾ ഒരു സ്വഹാബി സയ്യിദുൽ ഖുദരി റളിയല്ലാഹു അൻഹു ഒരു സ്വഹാബി പോയിട്ട് എന്താക്കണ്, ആ മനുഷ്യക്ക് ധാരാളമായിട്ട് ഫാത്തിഹ സൂറത്ത് ഇങ്ങനെ ആവർത്തിച്ചിട്ട് ഓതിട്ട് മന്ത്രിക്കും. അപ്പൊ ഇങ്ങനെ ഓരോ ഫാത്തിഹ ഇങ്ങനെ ഓതുമ്പോൾ അയാൾ എന്താടും, ആ നമ്പർ ഇങ്ങനെ കൊറടിയായിട്ട് പിന്നെ നോക്കുമ്പോൾ പൂർണ്ണമായിട്ട് രോഗം ശിഫ ആവും. അപ്പൊ ഇതെങ്ങനെ സാധിച്ചിട്ടെന്ന് ചെന്നെങ്കിൽ സ്വഹാബിമാരായ ആ സ്വഹാബി ഓതി എനിക്കത്തെ ഫാത്തിഹ സൂറത്തായിട്ട് ഇക്കിടും. അങ്ങനെ ഇയാൾക്ക് എന്താക്കിടും, ആ ഗോത്രത്തിലെ നേതാവ് ഒരു 30 ആടിങ്ങനെ ഗിഫ്റ്റ് കൊടുക്കണം, നിങ്ങൾ എൻ്റെ രോഗശിഫാക്കിയാറല്ലേ എന്നിട്ട് ഒരു ഗിഫ്റ്റ് കൊടുക്കണം. അങ്ങനെ ഈ സ്വഹാബി അത് എടുത്തോണ്ട് സീത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുട്ടവുണ്ട്. കാരണം ഇത് എടുക്കുക ആവാ, ഈ ഗിഫ്റ്റായ ആ 30 ആട് കൊടുത്തതിൽ സ്വീകരിക്കുക ആവാ, ഇങ്ങനെ ഒരു ചിന്തയിൽ വന്നിട്ട് മുത്തുനബി ചെയ്തുകൊണ്ട് ഇങ്ങനെ വിഷയം നടന്നിട്ട് ഞാൻ ഫാത്തിഹ സൂറത്ത് ഓതി കൊടുത്ത അത് ശിഫായിട്ട്. അപ്പൊ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താക്കിയിട്ട്, നീ അങ്ങനെ ആക്കിയത് ശരിയല്ലാന്ന് തോന്നില്ല. ആ സ്വഹാബിക്ക് സപ്പോർട്ട് ആക്കിയിട്ട് ആ ആട്ട് എന്തെങ്കിലും ഇതാക്കോ അത് ഒരു ഓഹരി നക്കും തരുണ്ടാണ് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങ് കേട്ട്. അപ്പൊ ഇതിനർത്ഥം ആ ഫാത്തിഹ സൂറത്ത് കൊണ്ട് മന്ത്രിക്ക് രംഗത്തെ എത്രമാ ചരിത്രങ്ങൾ നമുക്ക് കാണുക സാധ്യമാണ്. അപ്പൊ അത്തരത്തിലുള്ള വിഷയം ഫാത്തിഹ സൂറത്ത് എല്ലാത്തിനും ശിഫയാണ്. അപ്പൊ അത്തരത്തിലുള്ള എന്ത് വിഷയം നിങ്ങൾക്ക് എന്തെങ്കിലും രോഗം വരുമ്പോൾ ഫസ്റ്റാക്കനായ സൂറം പരിശുദ്ധമായ ഖുർആൻ കൊണ്ട് മന്ത്രിക്കനായ, അതിൽ പ്രധാനമായിട്ട് ഫാത്തിഹ സൂറത്ത് കൊണ്ട് മന്ത്രിക്കനായ അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിലുള്ള ഫാത്തിഹ സൂറത്തിലെ മഹത്വം മനസ്സിലാക്കി ജീവിക്കുള്ള തൗഫീഖ് അല്ലാഹു തരട്ടെ. വഇലാ ഹദ്റത്തി സയ്യിദനാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. الله سبحانه وتعالى ഓതിയ ഫാത്തിഹ സൂറത്തും ഓതിയ സ്വന്തം വിഷയം അല്ലാഹു ഞങ്ങളിൽ നിന്ന് സ്വീകരിച്ചു തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ലോകത്തുള്ള എല്ലാ സ്വാലിഹീങ്ങൾ, സജ്ജനങ്ങൾ, ഔലിയാക്കന്മാരുടെ ഖബറിലേക്ക് അല്ലാഹു തആല എത്തിച്ചു കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവരും പൊരുത്തം കാവലും അല്ലാഹു ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. പ്രത്യേകിച്ച് ഇതിന്റെ സവാബ് ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു പോയ, ഞങ്ങളുടെ ഭാര്യമാരുടെ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു പോയ, അതുപോലെ ഞങ്ങളുടെ പള്ളി മൈതാനത്തിൽ വിശ്രമിക്കണമെങ്കിൽ മുഅ്മിനീങ്ങൾ എല്ലാവരുടെ ഖബറുകൾ അല്ലാഹു തആല വലിയ പർവ്വതം പോലെയുള്ള സവാബായിട്ട് നീ എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്.